കാസർഗോട്ടേക്കാണ് പോകുന്നത്. കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും തീപാർന്ന മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് മഞ്ചേശ്വരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. അപ്പോൾ മഞ്ചേശ്വരത്ത് ഇന്ന് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ സുരേന്ദ്രൻ അദ്ദേഹം ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുകയാണ്. രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയ്ക്കൊപ്പം എത്തിയാകും പത്രിക സമർപ്പിക്കുക. ശിവദാസ് കന്മനം മഞ്ചേശ്വരത്ത് നിന്നും ചേരുകയാണ്. ശിവദാസ്, കേരള രാഷ്ട്രീയം അടുത്ത കാലത്ത് ഉറ്റുനോക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം കെ സുരേന്ദ്രൻ്റെ സാന്നിധ്യം തന്നെയാണ്. കാരണം കെ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം കപ്പിനും ചുണ്ടിനും ഇടയിൽ മാത്രം BJPക്ക് നഷ്ടപ്പെടുന്ന ഒരു സീറ്റാണ് മഞ്ചേശ്വരം. 2016 അവിടെ കേവലം 89 വോട്ടുകൾക്കാണ് ആ മണ്ഡലം BJPക്ക് നഷ്ടമായത്. 2021 എത്തിക്കഴിഞ്ഞാൽ കേവലം 855 വോട്ടുകൾക്കാണ് സുരേന്ദ്രൻ അവിടെ പരാജയപ്പെടുന്നത്. അതായത് നേരിയ മാർജിനിൽ മാത്രം BJPക്ക് ആ മണ്ഡലം നഷ്ടപ്പെടുകയാണ്. അതിനാൽ ഈ തവണ എന്തായാലും അവിടെ താമര വിരിയിക്കുമെന്ന ലക്ഷ്യത്തോടെയാണോ കെ സുരേന്ദ്രനും കൂട്ടരും അവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്? തീർച്ചയായും ഗൗതം സൂചിപ്പിച്ചതുപോലെ കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം. നമുക്കറിയാം, കഴിഞ്ഞ രണ്ട് തവണ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും വളരെ ചെറിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് UDF ഈ മണ്ഡലത്തിൽ വിജയിച്ചത്. 2016 2021 NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് കെ സുരേന്ദ്രൻ തന്നെയായിരുന്നു. BJPയുടെ സമര പോരാട്ട നായകൻ കൂടിയായ കെ സുരേന്ദ്രനായിരുന്നു ഈ രണ്ട് തവണകളിലും ഇവിടെ മത്സരിച്ചിരുന്നത്. അന്ന് ശക്തമായ പോരാട്ടം നടത്തി ഒരിക്കൽ 89 വോട്ടിന് 2016 വെറും 89 വോട്ടിന് മാത്രമാണ് അന്ന് കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടത്. 2021 വന്നപ്പോൾ 245 വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷത്തിന് UDF സ്ഥാനാർത്ഥി വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് വളരെ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് മഞ്ചേശ്വരം മണ്ഡലം എന്ന് പറയുന്നത്. ഇത് മുൻപ് സ്വാഭാവികമായും ഇടതിനും സ്വാധീനം ഉണ്ടായിരുന്ന ഒരു മണ്ഡലം കൂടിയാണ് മഞ്ചേശ്വരം മണ്ഡലം. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ഇടതിൻ്റെ ആ ഒരു സാഹചര്യമൊക്കെ മാറി. അതായത് അവർ പൂർണ്ണമായും തന്നെ കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പൂർണ്ണമായും അവരുടെ വോട്ട് മറിക്കുന്ന ഒരു സാഹചര്യം, അതായത് UDFിലേക്ക് അവരുടെ വോട്ട് മറിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ തന്നെ കൃത്യമായി ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഉയരുന്നുണ്ട്. അത് ശരിവെക്കുന്നത് തന്നെയാണ് ഈ കണക്കുകൾ കാണിക്കുന്നത്. ഇന്ന് മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ ഇപ്പോൾ BJP സ്ഥാനാർത്ഥി കൂടിയായ കെ സുരേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇന്ന് 12 മണിക്ക് ഉപ്പള താലൂക്ക് ഓഫീസിൽ എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. അതിനുശേഷം രണ്ടാം ഘട്ട പ്രചാരണം ആരംഭിക്കും. ഇപ്പോൾ നിലവിൽ ഒന്നാം ഘട്ട പ്രചാരണത്തിൽ ഓരോ വീടുകൾ കയറിയുള്ള സന്ദർശനമാണ് ഇവിടെ നടക്കുന്നത്. കീ വോട്ടർമാരെ കണ്ടും പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കണ്ടും മത നേതാക്കളെയൊക്കെ കണ്ടും അത്തരത്തിലുള്ള സന്ദർശനവും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള പ്രചാരണ പരിപാടികളുമാണ് ഒന്നാം ഘട്ടത്തിൽ നടക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇവിടെ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തനമാണ് സുരേന്ദ്രൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായി തന്നെ നമുക്കറിയാം, ഒരു അവികസിതമായ മണ്ഡലം കൂടിയാണ് മഞ്ചേശ്വരം എന്ന് പറയുന്നത്. കെ സുരേന്ദ്രൻ പത്രിക സമർപ്പിക്കാൻ പോകുകയാണ്. രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയ്ക്കൊപ്പമാണ് കെ സുരേന്ദ്രൻ ഇന്നിപ്പോൾ പത്രിക സമർപ്പിക്കുന്നത്. എന്തായാലും പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി കെ സുരേന്ദ്രൻ ജനം TVയോട് പ്രതികരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞതെന്ന് നോക്കാം. മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിൽ നിന്നും പണം വാങ്ങി അവരെ സഹായിക്കലാണ് LDFന്റെ പണി എന്നാണ് കെ സുരേന്ദ്രൻ ജനം TVയോട് വ്യക്തമാക്കിയത്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും മഞ്ചേശ്വരം മണ്ഡലത്തിൽ NDA പരാജയപ്പെട്ടതിന്റെ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കുന്നു. ഏറ്റവും അവികസിതമായ മണ്ഡലമാണ് മഞ്ചേശ്വരം. കേന്ദ്ര പദ്ധതികൾ മാത്രമാണ് ഇവിടെ നടപ്പായിട്ടുള്ളതെന്നും കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കേരള രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം. കഴിഞ്ഞ 2 തവണയും NDAക്ക് കപ്പിനും ചുണ്ടിനും ഇടയിലാണ് ഈ മണ്ഡലം നഷ്ടമായത്. 2 തവണയും ഈ മണ്ഡലത്തെ NDAയെ പ്രതിനിധീകരിച്ച് മത്സരിച്ചത് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ കെ സുരേന്ദ്രനാണ്. അദ്ദേഹം ഇത്തവണയും ഈ മണ്ഡലത്തിൽ മത്സര രംഗത്തുണ്ട്. സുരേന്ദ്രേട്ടാ, നമസ്കാരം. എങ്ങനെ പോകുന്നു ഈ മണ്ഡലത്തിലെ പ്രചാരണം? അതോടൊപ്പം തന്നെ നിലവിലൊരു രാഷ്ട്രീയ സാഹചര്യം നല്ല നിലയിൽ പോകുന്നു. ഇപ്പോൾ വ്യക്തികളെ കാണുക, അതുപോലെ ചെറിയ യോഗങ്ങൾ, അതുപോലെ കുടുംബയോഗങ്ങളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. നോമിനേഷൻ സമർപ്പിച്ചതിന് ശേഷം ആണ് മറ്റ് പ്രചാരണ പരിപാടികളൊക്കെ ആരംഭിക്കുന്നത്. വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. LDFനും UDFനും എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള വികാരമുണ്ട്. ഏറ്റവും വികസനത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു മണ്ഡലമാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് ഇത്തവണ ജനങ്ങൾ കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പിലും ഞങ്ങളെ പരാജയപ്പെടുത്തിയതിൻ്റെ ദോഷം വോട്ടർമാർക്ക് നല്ല നിലയിൽ ബോധ്യമായിട്ടുണ്ട്. അവർ
അതുകൊണ്ട് നഷ്ടം ഉണ്ടായിരിക്കുകയാണ്. മോദി സർക്കാർ ഉള്ളതുകൊണ്ട് ധാരാളം വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുമായിരുന്നു എന്നുള്ള ഒരു നില വോട്ടർമാരുടെ ഇടയിൽ വന്നിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഇത്തവണ വളരെ അനുകൂലമായിട്ടുള്ള സ്ഥിതിയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് അല്പം ആധിപത്യം കൂടി ഉണ്ടായിട്ടുണ്ടല്ലോ. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ അത് പ്രതിഫലിക്കുമോ? അല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ വേറെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും BJP വളരെ മുമ്പിൽ വരുന്ന ഒരു ചെറിയ വോട്ടുകൾക്ക് മാത്രം പരാജയപ്പെടുന്ന ഒരു മണ്ഡലമാണ്. ആ റിസൾട്ടും ഇതിനെയും ഒരു തരത്തിലും ബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഒരുപാട് പദ്ധതികൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ മേഖലയിലൊക്കെ ഉള്ള ഒരുപാട് പദ്ധതികൾ ഈ മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടാവില്ല. അതൊക്കെ അനുകൂലമായി മാറുമോ? നല്ല നിലയിൽ കേന്ദ്ര പദ്ധതികൾ മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. ദേശീയപാതയുടെ വികസനം ഉണ്ടായി, മറ്റ് കേന്ദ്ര പദ്ധതികൾ സാധാരണ ജനങ്ങൾക്ക് കിട്ടി. അതൊഴിച്ചാൽ സംസ്ഥാനത്തിൻ്റെ ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ല. ആരോഗ്യം, വിദ്യാഭ്യാസം, അതുപോലുള്ള പ്രശ്നങ്ങളിൽ റോഡുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, കുടിവെള്ളം, ഇതിലൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മണ്ഡലമാണ്. ഏറ്റവും അവികസിതമായിട്ടുള്ളൊരു മണ്ഡലമാണ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഇത്തവണ BJP ജയിച്ചാൽ, NDA ജയിച്ചാൽ നല്ല വികസനം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുമെന്നുള്ളത്. കഴിഞ്ഞ 2 തവണയും ഇപ്പോൾ 89 വോട്ടിനാണ് തോറ്റത്. ഒരിക്കൽ 745 വോട്ടിന് തോറ്റു. അതായത് ചെറിയ വോട്ടിന് മാത്രമാണ് ഇവിടെ തോറ്റത്. ഈ കൃത്യമായി CPM അവരുടെ വോട്ട് പിടിക്കുകയാണെങ്കിൽ, LDF മുന്നണി വോട്ട് പിടിക്കുകയാണെങ്കിൽ, ഈ ക്രോസ് വോട്ടിംഗ് നടന്നിട്ടില്ലെങ്കിൽ ഇവിടെ NDAക്ക് എത്രത്തോളം സാധ്യത? അവരുടെ ക്രോസ് വോട്ടിംഗ് ഒരു പ്രശ്നമല്ലേ? അല്ല, അവർ എപ്പോഴും അങ്ങനെ തന്നെയാണ്. LDF for UDF ആണ് ഇവിടെ. ലീഗിനെ സഹായിക്കുക എന്നുള്ളതാണ്. കാശ് വാങ്ങി ലീഗിനെ സഹായിക്കുന്ന ഒരു കൂട്ടമാണ് ഇവിടുത്തെ LDF എന്ന് പറയുന്നത്. മറ്റ് കേരളത്തിലെ ബാക്കി സ്ഥലങ്ങളിലുള്ളതുപോലുള്ള LDF അല്ല ഇവിടെയുള്ളത്. ഒരു B ടീമാണ് അവരുടെ. LDF-ന് പ്രചാരണം തന്നെ നടത്തുന്നത് UDF-കാരാണ്. പക്ഷേ അത് വോട്ടർമാർക്ക് ബോധ്യമായിട്ടുണ്ട്. കാരണം LDF-ൽ തന്നെയുള്ള ജനങ്ങൾക്ക് അവരെ പിന്തുണയ്ക്കുന്നവർ പോലും പറയുന്നു ഇതൊരു തെറ്റായ നിലപാടാണ്. അതുകൊണ്ട് അതിനെതിരായിട്ട് അവരുടെ ഇടയിലും UDF-നിടയിലും അതിനെതിരെ ശക്തമായിട്ടുള്ള വികാരമുണ്ട്. ഇത്തവണ ഇതൊക്കെ മറികടന്ന് ഇവിടെ വിജയിക്കും. 100% ഇവിടെ വിജയസാധ്യതയുള്ള മണ്ഡലം. തീർച്ചയായും അതുതന്നെയാണ്. 100% ഇവിടെ വിജയസാധ്യതയുള്ള മണ്ഡലമാണ്. കൃത്യമായി തന്നെ LDF അവരുടെ വോട്ട് അവരുടെ പെട്ടിയിലാക്കുകയാണെങ്കിൽ കൃത്യമായും NDAക്ക് ഏറ്റവും സാധ്യതയുള്ള ഒരു മണ്ഡലം കൂടിയാണ്. ഇത്തവണ വിജയിക്കും എന്ന ഉറപ്പാണ് K. സുരേന്ദ്രൻ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. മഞ്ചേശ്വരത്ത് നിന്നും ക്യാമറമാൻ സന്തോഷ് കാവലക്കാടിനൊപ്പം ശിവദാസ് കന്മനം, ജനം.